ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപപ്രതാപനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കെപിസിസി ഉപസമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പത്മജ വേണുഗോപാലിനാണ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തിയ ഉപസമിതി അധ്യക്ഷൻ PM സുരേഷ് ബാബുവിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപനെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ട് പത്മജ വേണുഗോപാലിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. അക്രമികൾക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. അക്രമം മുഖമുദ്രയാക്കിയ CPIM-നെ ജനം ഒറ്റപ്പെടുത്തിയത് കോൺഗ്രസിനും പാഠമാകണമെന്നും VM സുധീരൻ പറഞ്ഞു. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് മഹത്തായ കോൺഗ്രസിൽ ഒരു കാരണവശാലും അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല എന്ന് കൃത്യമായി. അതേസമയം കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് DYSP മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഹനീഫയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കേസിൽ ദൃക്സാക്ഷികളുണ്ടെന്നും പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്നും DYSP പറഞ്ഞു. പ്രാഥമികമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തമായൊരു ചിത്രം വരുന്നതുള്ളൂ. ദൃക്സാക്ഷികളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വേണം നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി. പിടിയിലായ കോൺഗ്രസ് I വിഭാഗം പ്രവർത്തകൻ ഷമീറിന്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.